യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. വലിയ അർത്ഥഗർഭമായ പ്രമാണങ്ങളെ നമ്മൾ സൃഷ്ടിപ്പിക്കുകയാണ് വ്യാഖ്യാനിച്ചിട്ട്. എന്താ നമ്മൾ അർത്ഥം വെക്കൽ? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഓ സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുവീൻ, വസല്ലിമു തസ്ലീമ, സലാമും ചൊല്ലുവീൻ. എത്ര സുഗന്ധ അർത്ഥം വെക്കാൻ. വസല്ലിമു തസ്ലീമ, അതിനങ്ങനെയൊക്കെ പറയണോ? സ്വല്ലു വസല്ലിമു എന്ന് പറഞ്ഞാൽ പോരെ? വസല്ലിമു തസ്ലീമ തികച്ചും സമർപ്പണത്തിന്റെ ഏറ്റവും ഉയർന്ന അളവിൽ ആദരവായ റസൂലുള്ളാഹിക്ക് നിങ്ങളുടെ മനസ്സ് സമർപ്പിക്കുക, നിങ്ങളുടെ മഹബത്ത് സമർപ്പിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി, പുന്നാര നബിയുടെ പേരിൽ സ്വലാത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കുക. വസല്ലിമു തസ്ലീമ, സമർപ്പണത്തോടുകൂടെയുള്ള കീഴടങ്ങിക്കൊണ്ടുള്ള ജീവിതം അവിടുന്ന് എന്ത് കൽപ്പിച്ചോ കാര്യകാരണങ്ങളൊന്നും അന്വേഷിക്കാതെ ജീവിതത്തിൽ പുലർത്തുന്ന ഒരു സമർപ്പണത്തിലേക്ക് ഉയരുക. ഈ അർത്ഥം എവിടുന്ന് കിട്ടി? പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നു, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. അർത്ഥം വെക്കൽ എങ്ങനെയാ? സൂറത്തുൽ ബഖറ. ഇബ്രാഹിമിനോട് തന്റെ നാഥൻ പറഞ്ഞു, അസ്ലിം, താങ്കൾ മുസ്ലിം ആകുക. എന്തർത്ഥാണത്? സയ്യിദന ഇബ്രാഹിം നബിയാണ്, റസൂലാണ്, ഉലുൽ അസ്മാണ്. അസ്ലിം എന്ന് പറഞ്ഞാൽ അവിടെ മുസ്ലിം ആവുക എന്നല്ല. അത്തസ്ലീം എന്ന ഒരു പദവിയുണ്ട്. തവക്കുലിനേക്കാളും വലിയ അതിന്റെയും മുകളിലാണ് തസ്ലീം. കാര്യകാരണ ബന്ധങ്ങളെ പോലും അന്വേഷിക്കാതെ, അതിന്റെ യുക്തി ഒന്നും ചിന്തിക്കാതെ പൂർണ്ണമായ കീഴടങ്ങൽ. അതാണ് ഇത് ഖാല ലഹു റബ്ബുഹു. സയ്യിദന ഇബ്രാഹിമിന്റെ നാഥൻ ഇബ്രാഹിമിനോട് പറഞ്ഞു, അസ്ലിം, മുസ്ലിം ആവുക എന്നല്ല, തസ്ലീം പദവിയിലേക്ക് ഉയരുക. അതുകൊണ്ടല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാം അഗ്നികുണ്ഡത്തിലേക്ക് നീങ്ങിയപ്പോ 40 വർഷത്തോളം അഗ്നികുണ്ഡത്തിൽ കിടന്നില്ലേ? ചരിത്രം ഖുർആൻ പറയുന്നില്ലേ? അവിടെ വെച്ച് അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചത്രേ, ഇബ്രാഹിം, സയ്യിദന ഇബ്രാഹിമിനോട് ജിബ്രീൽ വല്ല സഹായം വേണോ? അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെടുന്ന സന്ദർഭത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിമിനോട്. അപ്പോഴദ്ദേഹം പറഞ്ഞു, ഓ പ്രിയപ്പെട്ട സഹോദരൻ ജിബ്രീൽ, സഹായം ഇപ്പോൾ തരുന്നത് താങ്കളുടെ ഭാഗത്തു നിന്നാണോ അതോ താങ്കളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണോ? തീർച്ചയായും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന്. അപ്പോഴാണ് സയ്യിദന ഇബ്രാഹിം പറഞ്ഞത്, ഇൽമുഹു ബിഹാലി യുഗ്നി അൻ സുആലി. പ്രിയപ്പെട്ട ജിബ്രീൽ, മാറി നിൽക്കുക. ഞാൻ ഏതൊരവസ്ഥയിലാണ് കൈകൊള്ളുന്നത്, ഞാൻ ഏതൊരു പ്രതിസന്ധിയിലാണ് ഉള്ളത് എന്ന് നല്ലപോലെ അറിയുന്ന എന്റെ റബ്ബായ അല്ലാഹുവിനോട് ഞാൻ ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇൽമുഹു ബിഹാലി യുഗ്നി അൻ സുആലി. ഈ പരിപാടിക്കാണ് അസ്ലിം. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ.